BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് MLA-മാരെയും MP-മാരെയും ഇങ്ങനെ കച്ചവടച്ചരക്കാക്കി കോടികൾ കൊടുത്ത് വിലക്ക് വാങ്ങുന്ന സാഹചര്യം ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ജയിച്ച MP-മാർ 35 ഉണ്ടെങ്കിൽ 35 കാലുമാറുകയാണ്. എന്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത്? MP-മാരെയും MLA-മാരെയും വിലക്ക് വാങ്ങുന്ന പാർട്ടിക്ക് ആ പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിഷ്കളങ്കരും നിരക്ഷരരുമായ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ വോട്ടർമാരെ കച്ചവടം ചെയ്യാൻ BJP-ക്ക് വല്ല മടിയുണ്ടോ? അതല്ലേ രാജ്യത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതോടൊപ്പം ഈ മതവർഗീയത, അന്ധമായ മതവികാരം ഉയർത്തിക്കൊണ്ടുവന്ന് പാവപ്പെട്ട മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് അവർക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എത്രയോ സംഭവങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അവിടെ സ്വതന്ത്രമായി നീതിപൂർവമായി ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാലത്തുമില്ലാത്ത ഭീകര സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇത് നമ്മൾ പറയുന്നതല്ല. ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിൽ യോഗത്തിൽ അതിന് ജനറൽ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാലത്തുമില്ലാത്ത ആശങ്കയോടുകൂടിയാണ് ഇപ്പൊ ഇവിടെ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. വലിയ അപകടത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് ഏറ്റവും കൂടുതൽ അംഗരാജ്യങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക പ്രമേയത്തിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. ഇതല്ലേ ഇന്ത്യ? ഈ ഇന്ത്യയിൽ ഒരു മോചനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ, ഈ BJP-യുടെ വർഗീയ നിലപാടുകൾക്കെതിരെ ഒരു ശക്തമായ സന്ദേശം കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കേരളത്തിൽ സാധിക്കണം. കേവലം ഈ ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടി മാത്രം മൂന്നാമതൊരു വട്ടം കൂടി എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ നിങ്ങൾ ഭരണത്തിലെത്തിക്കണം എന്നല്ല LDF-ന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഈ BJP-ക്ക് ഒരു മറുപടിയില്ല എന്ന, ആരും BJP-യുടെ മുമ്പിൽ സംസാരിക്കാൻ പാടില്ല എന്ന, അല്ലെങ്കിൽ കോൺഗ്രസുകാരെ പോലെ പേടിച്ചിരിക്കുന്ന ആളുകളല്ല ഈ കേരളമെന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ളതാണ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഇതിനൊരു ബദലായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമല്ല. എന്നാൽ BJP-യുടെ കോൺഗ്രസ് മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി BJP-യേക്കാൾ കൂടുതൽ പണിയെടുക്കുന്ന കോൺഗ്രസുകാരെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ഇന്ത്യ മുന്നണിയായി രൂപം കൊണ്ടതിന് ശേഷം കോൺഗ്രസിന് ഇപ്പൊ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. 2014 മുതൽ 24 വരെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവില്ലല്ലോ. ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവില്ലാതിരുന്നതിന്റെ കാര്യം എന്താണ്? 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ 54 പേരുണ്ടെങ്കിലേ ആ പാർട്ടിക്ക് പ്രതിപക്ഷ പാർട്ടിയാവാൻ കഴിയുള്ളൂ. 10% MP-മാർ വേണം. 10% MP-മാർ ഉണ്ടായിരുന്നില്ല. ഈ രാജ്യവും മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളും അടക്കി ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യമായ ഭൂരിപക്ഷത്തോടുകൂടി 2-3 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച കോൺഗ്രസിനെ പ്രതിപക്ഷ പാർട്ടി പോലും അല്ലാതാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ? കേരളത്തിലെ വോട്ടർമാർ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ അട്ടിപ്പേർക്ക് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വരുന്നുണ്ടല്ലോ. ഞങ്ങൾ സംരക്ഷിക്കും ന്യൂനപക്ഷങ്ങളെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കോൺഗ്രസിന്റെ അടിമകളായിരുന്നു. കോൺഗ്രസ് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാത്ത ആളുകളായിരുന്നു. അന്ധവിശ്വാസികളെ പോലെ കോൺഗ്രസിന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അവരൊക്കെ എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിന് കൈവിട്ടത്? ഇപ്പൊ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷ താല്പര്യമാണ്. മലപ്പുറത്തെ കുറിച്ചൊക്കെ എന്താണ് കോൺഗ്രസുകാരുടെ വേവലാതി? മലപ്പുറത്തെ കുറിച്ച് പ്രസ്താവന നടത്തി അതിന് മറുപടി പറയാൻ കോൺഗ്രസ്, മലപ്പുറത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ്. മലപ്പുറത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ലകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് UP-യിലാണ്. ആ UP-യിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി പോലും അല്ലാതായി മാറി? ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷം പോലും കോൺഗ്രസിനെ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി? ബാബറി മസ്ജിദ് പോലെയുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. കോൺഗ്രസുകാര് ഇപ്പൊ കേരളത്തിൽ വന്നാൽ, ദേശീയ നേതാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വരുമ്പോൾ മലപ്പുറത്ത് വന്നാൽ മുസ്ലിം ഉമ്മമാരെ കെട്ടിപ്പിടിക്കും, കോട്ടയത്ത് വന്നാൽ ക്രിസ്ത്യൻ പാതിരിമാരെ കെട്ടിപ്പിടിക്കും, അപ്പുറത്ത് ശബരിമലയിൽ പോയാൽ പൂജാരിമാരെ തൊഴുതുകൊണ്ട് നിൽക്കും. ഓരോ സ്ഥലത്തും തരാതരം പോലെ വർഗീയ പീഡന നിലപാടുകൾ എടുത്തുകൊണ്ട് സ്വന്തമായൊരു വ്യക്തിത്വമില്ലാതെ, അസ്തിത്വമില്ലാതെ, ആത്മാർത്ഥമായ നിലപാടുകളില്ലാത്തതിന്റെ പേരിൽ മാത്രം തകർന്നുപോയ പാർട്ടിയാണ് കോൺഗ്രസ്.